സ്നേഹം നിറഞ്ഞ ഗുരുക്കന്മാര്, ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് മകയിര നക്ഷത്ര ജാതകർക്ക് ശനിയുടെ മാറ്റത്തിന്റെ സ്ഥിതിയെ പറ്റിയാണ്. മകയിരം ഇടവക്കൂറുണ്ട്, മിഥുനക്കൂറുണ്ട്. ഇടവക്കൂറുകാർക്ക് കർമ്മസ്ഥാനത്ത് ശനിയും മിഥുനക്കൂറുകാർക്ക് 9-ൽ ശനിയും. അപ്പോൾ 9 എന്ന് പറഞ്ഞത് ഭാഗ്യസ്ഥാനത്ത് ശനി. ശനി സ്വക്ഷേത്രമാണെങ്കിലും അവർക്ക് ഭാഗ്യം മെല്ലെ മെല്ലെ വന്നു ചേരുള്ളൂ. അതിനാൽ അവരുടെ കാര്യങ്ങളെല്ലാം തുടക്കങ്ങളെല്ലാം തടസ്സവും പിന്നീട് അങ്ങോട്ട് നന്നായിരിക്കുകയും ചെയ്യും. മിഥുനക്കൂറുകാർക്ക് 9-ൽ ശനിയുടെ സ്ഥിതി മൂലം വിവാഹാദി കാര്യങ്ങളിൽ മുടക്കങ്ങൾ ധാരാളം അവർ അനുഭവിച്ചു. ഇനി മാർച്ച് 2025 മാർച്ച് 29 വരെ ഈ ശനിയുടെ ചെറിയ ചെറിയ മുടക്കങ്ങളും തടസ്സങ്ങളും കാണും. എങ്കിലും ഇനി ആഗസ്റ്റ് സെപ്റ്റംബർ മുതൽ ഇവർക്കൊരു മോചനവും അതിൽ നിന്നുണ്ടാകും. അതുപോലെ ഇടവക്കൂറുകാർക്ക് ശനി കർമ്മസ്ഥാനത്ത് നിൽക്കുന്നു. അപ്പോൾ കർമ്മം എന്ന് പറയുന്നത് തൊഴിലാണല്ലോ. അപ്പോൾ തൊഴിലിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ തൊഴിൽ തടസ്സങ്ങൾക്കും അവർക്ക് ശനിയിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്നു. ഇനി അവർക്ക് 2025 മാർച്ച് 29 ശേഷം അവർക്ക് ശനി 11-ലേക്ക് സഞ്ചരിക്കുന്നു. വളരെ സർവാഭീഷ്ട കാലങ്ങളാകുന്നു. അതായത് ഗ്രഹസുഖം, വാഹന യോഗം, തൊഴിലിന് വളരെ അഭിവൃദ്ധി, മുടങ്ങിയ പല കാര്യങ്ങളും നടക്കുവാനുള്ള ഭാഗ്യം, അവസരങ്ങൾ എന്നിവയും, അതുപോലെ തന്നെ പുതിയ ഭൂമി വാങ്ങാനും അവിടെ കെട്ടിടം വയ്ക്കുവാനും കലാകാരന്മാർക്കും കായിക അഭ്യാസികൾക്കും അനുകൂലമായ കാലഘട്ടവും അവർക്ക് അവരുടെ വിദ്യയിൽ നിന്നും അല്ലെങ്കിൽ പൊതു ജനങ്ങളുമായി ബന്ധപ്പെടുന്നതിൽ നിന്നും ധാരാളം ഭാഗ്യ ഐശ്വര്യങ്ങൾ കൈവരിക്കും. അതുപോലെ തന്നെ പൊതുരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ആ കർമ്മസ്ഥാനത്തെയും ഭാഗ്യസ്ഥാനത്തെയും ശനിയുടെ ഗുണങ്ങൾ കൊണ്ട് വളരെ നേട്ടങ്ങൾ ഉണ്ടാകും. പക്ഷേ വിവാഹാദി കാര്യങ്ങൾ ഉറപ്പിക്കുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിച്ച് വേണം ഉറപ്പിക്കാൻ, അല്ലെങ്കിൽ കാലതാമസം വന്നേക്കാം. അതുപോലെ ഗ്രഹം വച്ചുകൊണ്ടിരിക്കുന്നവരോ അല്ലെങ്കിൽ ഗ്രഹം നന്നാക്കുന്നവർക്കോ കാലം അനുകൂലമാണെങ്കിലും മെല്ലെ മെല്ലെ അവ നടന്നു പോകും. അതുപോലെ തന്നെ കൃഷിക്കാർക്ക് കൃഷിയുടെ ഉൽപാദനത്തിനും ഉൽപ്പാദിക്കാൻ വേണ്ടി ജൈവ വസ്തുക്കൾ ഉപയോഗിച്ച് അവയെ യഥാവിധി കൊണ്ടുവരുവാനും അതിൽ നിന്ന് നേട്ടഭാഗ്യങ്ങൾ കൊയ്യുവാനുമുള്ള അവസരങ്ങൾ വന്നു തുടങ്ങുകയാണ്. ശനി അതുപോലെ യന്ത്രങ്ങൾ ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലപ്രദമായ കാലഘട്ടമാണ്. എങ്കിലും ഇന്നെന്നുള്ള നാളെയാവും, നാളെ എന്നുള്ള മറ്റന്നാളാവും. ഇങ്ങനെ കാര്യതടസ്സങ്ങളിലൂടെയായിരുന്നു ശനിയുടെ പോക്ക് ഇതുവരെ. ഇനി ശനി മെല്ലെ മെല്ലെ അവർക്ക് അനുകൂലമായ അവസ്ഥകളിലേക്ക് ചെന്നെത്തിക്കുകയും പുതിയ സ്ഥാപനങ്ങൾ മിഥുനക്കൂറുകാർക്കും ഇടവക്കൂറുകാർക്കും എന്തെങ്കിലും പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങുവാനും അനുകൂലമായ സമയമാകുന്നു ഇന്ന്. അതുപോലെ തന്നെ ശനി 9-ഉം 10-ഉം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഒരു തീരുമാനം വേഗം കൈക്കൊള്ളുവാൻ സാധിക്കുകയില്ല. ശനിയുടെ പ്രേരണ കൊണ്ട് അല്പം മന്ദം ലെവലിൽ മാത്രമേ ഇവ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ശനി തുടങ്ങിക്കഴിഞ്ഞാൽ ശനിയുടെ അവസരങ്ങൾ കൊണ്ട് പലതും ഇവർക്ക് തുടങ്ങുവാനും അവയെല്ലാം കൊണ്ടുപോയി ശുഭപ്രാപ്തിയിലെത്തിക്കുവാനും സാധിക്കും. ഇവർ പൊതുവെ ഭക്തന്മാരും ദൃഢനിശ്ചയമുള്ളവരും ഐശ്വര്യവാന്മാരും ആകുന്നു. സ്ത്രീ പുരുഷ ഭേദമന്യേ ഇവർ ധൈര്യമുള്ളവരും സത്യസന്ധരും ദൈവഭക്തിയുള്ളവരും, ചിലരൊക്കെ യൂണിഫോം ധരിച്ചുള്ള തൊഴിൽ നടത്തുവാനും ഉള്ള യോഗഭാഗ്യങ്ങൾ ഇവർക്ക് കൈവരിക്കുന്നു. അതായത് യൂണിഫോം ധരിച്ചുള്ള തൊഴിൽ കിട്ടുവാനും ഉള്ള ഭാഗ്യം ഇവർക്ക് ഉണ്ടാകും. ഇവർക്ക് ആതുര ശുശ്രൂഷ രംഗത്ത് ഇവർ മറ്റു പാവങ്ങളുമായിട്ടും തൊഴിലാളികളുമായിട്ടും
കൃഷിക്കാരുമാറ്റും എല്ലാം ഉള്ള ജനങ്ങളുമായി ബന്ധപ്പെട്ട് സഹകരിച്ച് ഇവരുടെ ആത്മാർത്ഥതയും മറ്റ് ജനങ്ങളുടെ ആത്മാർത്ഥതയും മനസ്സിലാക്കി അവരോട് സ്നേഹത്തിൽ പ്രവർത്തിക്കുവാനുള്ള ശക്തി ഇവർക്ക് ദൈവം ജന്മനാൽ കൊടുത്തിട്ടുള്ളത് എന്ന് പറയാം. എല്ലാവരോടും സ്നേഹവും എല്ലാവരെയും ബഹുമാനിക്കുകയും സ്നേഹത്തോടുകൂടി കാണുകയും അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ നൽകുകയും എല്ലാം ചെയ്യും. കാരണം ഇടവക്കൂറുകാര് ശുക്രനുമായിട്ട് ബന്ധപ്പെട്ടതും മിഥുനക്കൂറുകാര് ബുധനുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവസ്ഥയിൽ ഉള്ള കൂറുകളാണ്. ഈ കൂറുകാർക്ക് ബുധന്റെയും ശുക്രന്റെയും സാന്നിധ്യം ഉള്ളത് കൊണ്ട് ഇവർ എല്ലാ മനുഷ്യരോടും വളരെ അനുകമ്പയായും വളരെ സ്നേഹസമ്പന്നതയോടുകൂടിയും പെരുമാറും. മറ്റുള്ളവരുടെ എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും ഇവർക്ക് കൈവരും. പ്രത്യേകിച്ച് ഗുരുക്കന്മാരുടെ, അതുപോലെ സാധാരണ ജനങ്ങളുടെ, വിദ്യാർത്ഥികളുടെ, സംഘടനാ ലെവലിൽ പ്രവർത്തിക്കുന്നവർക്ക് അവർക്കും അനുകൂലമായ കാലഘട്ടങ്ങൾ ആകുന്നു. ചിലപ്പോൾ അവർക്ക് സംഘടനയിൽ തന്നെ ചില മാറ്റങ്ങൾ, ഉന്നതമായ മാറ്റങ്ങളൊക്കെ കിട്ടാനുള്ള അവസരവുമാകുന്നു. ഇവർ ജനിക്കുന്നത് ചൊവ്വാദശയിലാണ്. അപ്പോൾ ഏതാണ്ട് ഇടവക്കൂറുകാർക്ക് പാതിയിൽ കൂടുതൽ കിട്ടും, ബുധനക്കൂറുകാർക്ക് കാൽഭാഗത്തിൽ ശേഷം കിട്ടും. പൊതുവെ ചൊവ്വ നമുക്ക് ഏതാണ്ട് 3 വർഷം വരെ എടുക്കാം. ഈ ദശാകാലത്ത് അല്പ അരിഷ്ടതകൾ ഉണ്ടാകും. അത് കഴിഞ്ഞാൽ രാഹുർ ദശ 18 കൊല്ലം. ഈ 18 കൊല്ലത്തെ അകത്ത് ഇവർക്ക് പഠനം, കുടുംബത്തിന് ഉന്നതി, സഹോദരങ്ങൾക്ക് ഉന്നതി, മാതാവിനും പിതാവിനും ഐശ്വര്യങ്ങൾ, ഭാഗ്യം എന്നിവയെല്ലാം ഉണ്ടാകും. സർപ്പരാജാവിന് യഥാവിധി പൂജകൾ കൊടുത്ത് ഇവരുടെ ഈ ദോഷങ്ങൾ മാറ്റിക്കൊള്ളുക. അത് കഴിഞ്ഞാൽ വരുന്ന വേഴദശ 16 കൊല്ലം. ഏതാണ്ട് 22 വയസ്സിന് ശേഷം ഇവർക്ക് വേഴദശ തുടങ്ങും. വേഴദശാകാലത്ത് സർവത്ര ഉന്നതിയും കുടുംബസുഖവും കീർത്തിയും ഭാഗ്യ ഐശ്വര്യങ്ങളും കൈവരും. അതായത് 22-23 സ്ത്രീക്ക് ആണെങ്കിൽ ഉദ്യോഗവും തുടർ വിവാഹവും, പിന്നെ പാവദോഷമുണ്ടെങ്കിൽ 25-26 വിവാഹത്തിന് ഏറ്റവും ഉത്തമം. അതുപോലെ തന്നെ ഇവർക്ക് 25-26-29 ഈ കാലങ്ങളിൽ നല്ല തൊഴിലും സൽപത്രസിദ്ധി, സന്താനയോഗം, ഗ്രഹയോഗം, വാഹനയോഗം ഇത്യാദി യോഗങ്ങളെല്ലാം ഈ വേഴദശയിൽ അനുഭവമാകുന്നു. അത് ഏതാണ്ട് 35-36 വയസ്സിൽ. അത് കഴിഞ്ഞാൽ വരുന്നത് ശനിദശ 19 കൊല്ലം. ശനിദശയുടെ തുടക്കത്തിൽ അല്പ അരിഷ്ടതകൾ ഉണ്ടാകുമെങ്കിലും പിന്നീട് ഭാഗ്യ ഐശ്വര്യങ്ങളും കുടുംബസുഖവും, സന്താനങ്ങൾക്ക് പഠനവും പഠനബുദ്ധിയും, ഭാര്യാഭർത്തൃ സൗഖ്യവും, ഗ്രഹ നിർമ്മാണങ്ങളും, വാഹന സംബന്ധമായി ഉള്ള നല്ല ശുഭ അനുഭവങ്ങൾ കൈവരിക്കാനുള്ള യോഗവും, ഗ്രഹത്തിൽ നൂതന വസ്തുക്കൾ, അതായത് ആഭരണാദി ലാഭങ്ങൾ വാങ്ങുവാനുള്ള യോഗവും ഭാഗ്യവും എല്ലാം ഈ കാലഘട്ടത്തിൽ അനുഭവമാകുന്നു. ഈ ദശയുടെ അനുഭവ സിദ്ധിക്ക് വേണ്ടി ശാസ്താവിനെയും ഗണപതി ഭഗവാനെയും ഹനുമാൻ സ്വാമിയെയും യഥാവിധി പൂജിച്ചു കൊള്ളുക. അത് കഴിഞ്ഞ് വരുന്നത് പൊതുദശ 17 കൊല്ലം. ഉത്തമ ഭാഗ്യഫലങ്ങൾ നൽകും. അത് കഴിഞ്ഞാൽ 7 കൊല്ലം കേതുദശ. കേതു പൊതുവെ ശുഭ അനുഭവങ്ങൾ കൊടുക്കും. എങ്കിലും ശാരീരിക മാനസിക ദുരിതങ്ങളും അല്പ മനപ്രയാസങ്ങളും ഉണ്ടാക്കും. അത് കഴിഞ്ഞാൽ ശുക്രദശ 20 കൊല്ലം. ശുക്രദശ ദൈവാധീനമുണ്ടെങ്കിൽ അവർക്ക് മധ്യമ കാലഘട്ടം വരെ സുഖ അനുഭവങ്ങളായിരിക്കും. ഇവർ പൊതുവെ ഭക്തന്മാരും സത്യസന്ധന്മാരും നീതിമാന്മാരും ആയിരിക്കുമല്ലോ. അതുപോലെ ഇവർ നിയമപരമായി രാജ്യത്തെ സംരക്ഷിക്കാനും യൂണിഫോം ഇട്ടുള്ള തൊഴിലുകൾ ചെയ്യുവാനും വിദഗ്ധരും മിടുക്കരും ആയിരിക്കും. സ്ത്രീ പുരുഷ ഭേദമന്യേ ഇവർക്ക് ഈ ഭാഗ്യം ഉണ്ടാകും. എന്നാൽ ചൊവ്വാദശയിൽ ജനിക്കുന്നത് ഇവർ ചൊവ്വാദശയാണ്. ചൊവ്വാദശയിൽ മുരുകപ്രീതി. അത് കഴിഞ്ഞാൽ രാഹുർ ദശ 18 കൊല്ലം. 18 കൊല്ലത്തെ രാഹുർ ദശയ്ക്ക് ആയില്യ പൂജ. അത് കഴിഞ്ഞ് വരുന്ന വേഴദശ 16 കൊല്ലം. അനുഭവസിദ്ധിക്ക് വേണ്ടി കൃഷ്ണന് പാൽപായസവും ഗുരുവായൂർ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം
അതുപോലെയുള്ള പുണ്യ ക്ഷേത്ര ദർശനങ്ങൾ, പുണ്യ വിഷ്ണു ക്ഷേത്ര ദർശനവും നാഗക്ഷേത്ര ദർശനവും നടത്തിക്കൊള്ളണം. അത് കഴിഞ്ഞാൽ ശനിദശാകാലം പൊതുവെ ഇവർ പ്രീതി നടത്തുകയും ഹനുമാൻ പ്രീതി നടത്തുകയും ചെയ്യുക. അത് കഴിഞ്ഞാൽ ബുധദശയ്ക്ക് ഹനുമാന് വടമാലയും ഹനുമാൻ ക്ഷേത്രങ്ങളിൽ പോയി അർച്ചന ആരാധനകൾ നടത്തുകയും വിഷ്ണു പ്രീതിയും വരുത്തുക. അത് കഴിഞ്ഞാൽ കേതുദശ, നേരത്തെ പറഞ്ഞല്ലോ 7 കൊല്ലം. കേതുദശയിൽ അല്പ സ്ഥാനമാറ്റങ്ങളും ഉണ്ടാകും എന്നും പറഞ്ഞു. അപ്പോൾ കേതുദശയുടെ സല്ലനുഭവ സിദ്ധിക്ക് വേണ്ടി ഗണപതി പ്രീതി, ശാസ്താപ്രീതി, സർപ്പപ്രീതി എന്നിവ വരുത്തുക. ശേഷം ശുക്രദശ 20 കൊല്ലം. സർവ ദൈവങ്ങളുടെയും പ്രാർത്ഥന കൊണ്ട് ഇവർക്ക് ശനീശ്വരൻ നല്ല അനുഭവങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മലയങ്കിൽ പുരുഷോത്തമൻ